السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളായ സഹോദരി സഹോദരങ്ങളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വേങ്ങര മണ്ഡലം കമ്മിറ്റിയുടെ ദഅ്വ വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി നാം സംഘടിപ്പിക്കുന്ന തഫ്സീർ പഠന സംരംഭമാണ് അൽ മുബീൻ എന്നത്. സൂറത്ത് ഫാത്തിഹയിൽ ആരംഭിച്ച് സൂറത്ത് ബഖറയിൽ 174-ാമത്തെ വചനം വരെ എത്തിയിരിക്കുകയാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. 174-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി സമനൻ ഖലീല ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ആയത്തിന്റെ പൊതുവായ ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥത്തെ മറച്ചുവെക്കുകയും അത് മുഖേന തുച്ഛമായ നേട്ടങ്ങൾ നേടുകയും ചെയ്യുന്ന ആളുകൾ അവർ തങ്ങളുടെ വയറുകളിൽ തീയല്ലാതെ ഭക്ഷിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവരോട് സംസാരിക്കുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് താനും. ഇതാണ് ആയത്തിൻ്റെ മൊത്തത്തിലുള്ള ആശയം. ഏറെ ഗൗരവമായി നമ്മൾ കാണേണ്ടുന്ന വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവതരിപ്പിച്ചത് അത് ഉള്ളതുപോലെ ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യകത, മറച്ചുവെക്കാൻ പാടില്ല എന്ന അതിന് ഗൗരവം. അതിനെ മറച്ചുവെക്കുക വഴി ഐഹികമായ ഒരു നേട്ടങ്ങൾ നേടുന്നുവെങ്കിൽ അത് നേട്ടമല്ല, അത് വമ്പൻ നഷ്ടമാണ് അവനുണ്ടാക്കുക എന്ന യാഥാർത്ഥ്യമൊക്കെയാണ് ഈ ആയത്ത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഇതിൻ്റെ തഫ്സീറിൽ അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ യക്തുമൂന മറച്ചുവെക്കുന്നവർ എന്നാണല്ലോ. മറച്ചുവെക്കുക എന്നുള്ളത് 2 രൂപത്തിലാവാം. ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാതെ മറച്ചുവെക്കലാവാം. ഇനി ചോദിക്കാതെ തന്നെ പറഞ്ഞു കൊടുക്കൽ ബാധ്യതയായ സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അതും മറച്ചുവെക്കലായി പരിഗണിക്കപ്പെടാം. യക്തുമൂന എന്ന് പറഞ്ഞാൽ യഖ്ഫൂന എന്നർത്ഥം. യഖ്ഫൂന മറച്ചുവെക്കുന്നു. വൽ ഇഖ്ഫാഉ യകുനു ഇൻദ സുആൽ വഇൻദ അദമി സുആൽ. സുആൽ ചോദ്യം വരുന്ന സമയത്തുമാവാം മറച്ചുവെക്കൽ, ചോദ്യമില്ലാതെയും മറച്ചുവെക്കൽ ഉണ്ടാവാം. അഥവാ ഫമതാ ദഅത്തിൽ ഹാജത്ത് ഇലാ ബയാനിൽ ഇൽമി ബിസുആലിൻ ഔ ബിഗൈരിഹി വജബ അലാ മൻ ഇൻദഹു ഇൽമുൻ അൻ യുബയ്യിനഹു വയുദ്ഹിറഹു എന്നാണ്. അഥവാ ആവശ്യം വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അറിവുള്ളവന്റെ ബാധ്യതയാണ് അത് വ്യക്തമാക്കി കൊടുക്കൽ. ഒരുപക്ഷെ ചോദ്യങ്ങളായി വന്നേക്കാം, ചിലപ്പോൾ ചോദ്യങ്ങളൊന്നും വന്നില്ല, തെറ്റായ കാര്യം കാണുന്നു, ഒരു അബദ്ധം കാണുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സമയമാണ്. ആ സമയത്ത് പറഞ്ഞു കൊടുത്തില്ല, എന്നാലും അത് മറച്ചുവെക്കലാണ്. ഏതാണെങ്കിലും അല്ലാഹു തആല അവതരിപ്പിച്ചതിനെ മറച്ചുവെക്കുന്ന ആളുകൾ എന്നാണ് അബ്ബ ഇവിടെ പറഞ്ഞത്. ഇനി എന്താണ് മറച്ചുവെക്കുന്നത്? മാ അൻസലല്ലാഹു മിനൽ കിതാബ്, അല്ലാഹു അവതരിപ്പിച്ച അൽ കിതാബ്, അത് മറച്ചുവെക്കുന്ന ആളുകൾ. അൽ കിതാബ് എന്നുള്ള അൽ എന്നത് 2 രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഒന്നുകിൽ അഹ്ദിന്റെ അലിഫ് ലാം എന്ന് പറയുന്ന തൊട്ടു മുമ്പ് പറഞ്ഞ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും അത് പരാമർശിക്കുമ്പോൾ കൊടുക്കുന്ന അലിഫ് ലാം. അങ്ങനെയാണെങ്കിൽ തൊട്ട് മേലെ പറഞ്ഞ കിതാബ് ഏതാണോ അതിലേക്കാണ് മടങ്ങുക. തൊട്ടുമുകളിൽ യഹൂദി നസ്വാറുമായി ബന്ധപ്പെട്ടാണ് പരാമർശിച്ചിരുന്നത്. അപ്പോൾ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം എന്നർത്ഥം വരും. അഥവാ തൗറാത്ത് ഇഞ്ചീലാകുന്ന
വേദഗ്രന്ഥങ്ങളെ മൂടിവെക്കുന്ന ആളുകൾ എന്നാകും അപ്പോൾ അർത്ഥം. അതുപ്രകാരം ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് യഹൂദികളും നസ്വാറാക്കളുമായിരിക്കും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ് എന്നും ആ നബിയുടെ സവിശേഷതമെല്ലാം തൗറാത്തിൽ നിന്ന് ഇഞ്ചീലിൽ നിന്ന് മനസ്സിലാക്കി അവർ അത് മറച്ചു വെക്കുകയും എന്നിട്ട് ആ നബിയെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ആണ് ഇതിന്റെ ഒരു ഉദ്ദേശം ഉണ്ടാവുക. ഇതെല്ലാം രണ്ടാമതൊരു വ്യാഖ്യാനപ്രകാരം അൽ കിതാബ് എന്നൊരു അലിഫ് ലാം ജിൻസിന്റെ അലിഫ് ലാമായി കണക്കാക്കാം. അഥവാ കിതാബ് എന്ന് പറയാവുന്ന ഏതെല്ലാം ഉണ്ടോ അതെല്ലാം ഉൾപ്പെടുന്ന രൂപത്തിൽ അത് അപ്പൊ അള്ളാഹു ഇറക്കിയ എല്ലാ കിതാബും തൗറാത്തും ഇഞ്ചീലും ഖുർആനും എല്ലാം ഉൾപ്പെടുന്ന രൂപത്തിലാണ് അപ്പോഴത് അർത്ഥമുണ്ടാവുക. അങ്ങനെയാകുമ്പോൾ അത് മറച്ചു വെക്കുന്നവർ എന്ന് പറഞ്ഞാൽ യഹൂദികളും നസ്വാറാക്കളും ഇനി ഈ ഉമ്മത്തിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് ആ പണി ചെയ്യുന്ന വല്ലതും ഉണ്ടെങ്കിൽ അവരടക്കം ഉൾപ്പെടും. അത് പ്രകാരമാണെങ്കിൽ എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നു വഹാദ അർജഹു ലിഉമുമിഹി. ഈ രണ്ടാമത് പറഞ്ഞ അർത്ഥമാണ് കൂടുതൽ പ്രബലമായത്. കാരണം അപ്പോൾ വ്യാപകാർത്ഥം ലഭിക്കും. മൊത്തത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ഏത് കിതാബിന്റെയും ഏത് ഭാഗത്തെയും മറച്ചു വെക്കുന്ന ആരാണെങ്കിലും ശരി അവർക്കെല്ലാം ഈ പറയപ്പെട്ട താക്കീതുകൾ ബാധകമാണ് എന്ന പൊതുവായ വ്യാപകമായ അർത്ഥം ലഭിക്കും. അതുകൊണ്ട് വഹാദ അർജഹു ഇതാണ് കൂടുതൽ പ്രബലമായത്. അപ്പൊ തൗറാത്ത് മാത്രമല്ല ഇഞ്ചീൽ മാത്രമല്ല എല്ലാം റബ്ബ് അവതരിപ്പിച്ച ഏത് കിതാബാവട്ടെ അതിൽ ഏത് ഭാഗമാകട്ടെ മറച്ചു വെക്കുന്ന ആർക്കും അത് ബാധകമാണ് എന്നാണ്. റബ്ബർക്ക് മൊത്തം കിതാബുകളും മാത്രമല്ല വയസ്തൂന ബിഹി സമനൻ ഖലീല മറച്ചു വെക്കുന്നു എന്ന് മാത്രമല്ല വയസ്തൂന ബിഹി അത് മുഖേന അവർ വിലക്ക് വാങ്ങുന്നു സമനൻ ഖലീല തുച്ഛമായ നേട്ടങ്ങൾ തുച്ഛമായ വില അത് മുഖേന അവർ വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ. അള്ളാഹു അവതരിപ്പിച്ചത് പ്രകാരം അവർ വാങ്ങുന്നു. എന്ത് സമനം ഖലീല തുച്ഛമായ വില അവർ വാങ്ങുന്നു. ഒന്നുകിൽ മറച്ചു വെക്കുക വഴി നഷ്ടമാകാം, അല്ലെങ്കിൽ ആ വേദഗ്രന്ഥം മുഖേന എന്നുമാകാം. ബിഹി എന്ന് പറഞ്ഞാൽ ബിഹി അതുകൊണ്ട് അത് മുഖേന എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബിൽക്കത്മി ആ മറച്ചുവെക്കൽ മുഖേന അവർ നേട്ടമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ വേദഗ്രന്ഥം മുഖേന അവർ നേട്ടമുണ്ടാക്കുന്നു. രണ്ടുമാവാം, രണ്ടും ഉദ്ദേശിക്കപ്പെടാം. സമനം ഖലീല തുച്ഛമായ വില അവർ വിലക്ക് വാങ്ങുന്നു. ഇവിടെ സമൻ വില എന്ന് പറഞ്ഞത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞു ഹുവൽ മാലു അബിൽ ജാഹു രണ്ടുമാകാം എന്നാണ്. ഒന്നുകിൽ സമ്പത്താവാം, അടിസ്ഥാനമാനമാവാം. വേദഗ്രന്ഥത്തിലെ ഒരു ഭാഗം മറച്ചു വെച്ചത് കൊണ്ട് സാമ്പത്തികമായ ലാഭമുണ്ടാക്കി അത് ഈ ആയത്തിൽ വരും. ഇനി അതല്ല അയാൾക്ക് കൊണ്ട് നേട്ടങ്ങൾ സ്ഥാനമാനങ്ങൾ മഹത്വങ്ങളൊക്കെ അയാൾക്ക് നേടാൻ പറ്റി അതും ഈ ആയത്തിന്റെ പരിധിയിൽ വരും. രണ്ടും പറ്റിയതാണ് എന്നാണ്. ഇനി ശേഷമുള്ള പ്രത്യേകം പറഞ്ഞപ്പോഴും ഒന്നുകൂടി വ്യക്തമാക്കുന്ന സാമ്പത്തികമായ നേട്ടമാണ് എന്ന്. കാരണം ഉലായിക്കമായ ഇല്ലന്നാർ അവിടെ വയറുകളിൽ അവർ തീയല്ലാതെ ഭക്ഷിക്കുന്നില്ല. അപ്പൊ ഭക്ഷിക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കപ്പെട്ടത്. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ സാധ്യത സാമ്പത്തികമായ നേട്ടങ്ങൾക്കാണ്. ഭാഷാപരമായി നോക്കുമ്പോൾ രണ്ടും ഉദ്ദേശിക്കപ്പെടാമെങ്കിലും ആയത്തിന്റെ അവസാന ഭാഗം നോക്കുമ്പോൾ അത് സാമ്പത്തികമായ നേട്ടമാണ് കുറച്ചുകൂടെ ഇവിടെ അനുയോജ്യമാവുക എന്ന് മനസ്സിലാക്കാം. അപ്പൊ വേദഗ്രന്ഥത്തിൽ നിന്ന് ചില വചനങ്ങൾ ചില നിയമങ്ങൾ ആൾക്ക് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുകയും അത് മുഖേന അവർക്ക് ചില സാമ്പത്തികമായ നേട്ടങ്ങൾ ലാഭങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അഥവാ ഇബ്നു തൈമിയ്യ ചിലപ്പോൾ അവർക്ക് പണം നൽകി മതപണ്ഡിതന്മാർ പറയും ഈ കാര്യങ്ങൾ നിങ്ങൾ പറയാതിരിക്കണം, ഈ കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കണം, മൂടി വെക്കണം എന്ന് പറയുകയും അത് ലാ തുബയ്യിനൂനഹു നിങ്ങൾ അത് ആൾക്ക് പറഞ്ഞു കൊടുക്കരുത്, ഉസ്കുതു അൻ ബയാനിഹി ഇത് നിങ്ങൾ ആൾക്ക് വിശദീകരിക്കാതെ തൽക്കാലം നിങ്ങൾ മൗനം പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ സപ്പോർട്ട് നൽകുമ്പോൾ അവരത് സ്വീകരിച്ചുകൊണ്ട് മൗനം പാലിക്കുന്നു. വഹാദ വാഖിഉൻ മിൻ യഹൂദി വന്നസ്വാറ വമിൻ ഹാദിഹിൽ ഉമ്മത്തി അയ്ളാ ഈ സ്വഭാവം യഹൂദികളിൽ ഉണ്ട്, നസ്വാറാക്കളിൽ ഉണ്ട്, ഈ ഉമ്മത്തിലുമുണ്ട്. فإن من أهل العلم من يكتم العلم من أجل الدنيا فيشتري به ثمنا قليلا
പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ, ഈ സമുദായത്തിലുള്ളവർ പോലും ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി ഇൽമിനെ മറച്ചു വെക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിലുമുണ്ട്. എന്നാൽ അത് മുഖേന തുച്ഛമായ വില അവർ വാങ്ങുന്നു. അവിടെ സമനം കലീല എന്നാണ് പറഞ്ഞത്. കലീലായത് അതിനർത്ഥം കസീറായത് വാങ്ങിയ കുഴപ്പമില്ല എന്നല്ല. എത്ര ധാരാളമായി വാങ്ങിയാലും അതെല്ലാം കലീലാണ്. ശൈഖ് അഹ്മദ് പ്രത്യേകമായി പറയുന്നു, ഇനിയൊരാളോടെ വലിയ വില വാങ്ങി എന്നാൽ പോലും ഫഹുവ ഖലീൽ ഫഹുവ ബിന്നിസ്ബതി ഇലൽ ആഖിറതി ഖലീൽ, പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതെല്ലാം തുച്ഛമാണ്. ഒരു മദന ഇമാം മൂടി വെച്ചതിന് എത്ര വലിയ സമ്പത്ത് കിട്ടിയാലും അതെല്ലാം തുച്ഛമാണ്, ഒന്നും അധികമെന്ന് പറയാൻ കഴിയില്ല. കാരണം അല്ലാഹ് പറഞ്ഞു, ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ഐഹികമായ വിഭവങ്ങൾ പരലോകവുമായി ബന്ധപ്പെടുമ്പോൾ അതെല്ലാം തുച്ഛമാകുന്നു. പരലോകത്തെത്തി നരകാഗ്നിയും ഈ ശിക്ഷകളുമെല്ലാം കാണുമ്പോൾ ഇവിടെ കിട്ടിയത് എത്ര വലുതാണെങ്കിലും അത് മുഖേന ഇവിടെ ആശ്രയിച്ച സുഖങ്ങൾ എത്ര വലിയതാണെങ്കിലും ശരി, അതൊന്നും ഒന്നുമല്ല എന്നവർക്ക് അവിടെ ബോധ്യപ്പെടുന്ന രംഗമാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടിയെന്നതല്ല, എത്ര കിട്ടിയെന്നല്ല, എത്ര തന്നെ കിട്ടിയാലും അതൊക്കെ ഖലീലാണ്, എല്ലാം തുച്ഛമാണ് എന്ന സൂചനയാണ് അവർക്ക് ഇവിടെ പറഞ്ഞപ്പോൾ വയസ്തുന ബിഹി സമനം ഖലീല എന്നുള്ള പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. എന്നാൽ അവർക്കുള്ള ശിക്ഷ പറഞ്ഞു, ഉലൈക മാ യകുന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ. അത്തരം ആളുകൾ, ഉലൈക അത്തരം ആളുകൾ, മാ യകുലൂന അവർ ഭക്ഷിക്കുന്നില്ല, ഫീ ബുതൂനിഹിം അവരുടെ വയറുകളിൽ, ഇല്ലന്നാർ അഗ്നിയല്ലാതെ, നരകാഗ്നിയല്ലാതെ അവർ ഭക്ഷിക്കുന്നില്ല എന്നാണ്. ഇവിടെ ഉലൈക എന്ന പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞു. അത് ഒന്നുകൂടെ ആവർത്തിക്കുവാനാണ്, അതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടി അവർ അതിവിദൂരമാണ്, ബഹുദൂരം അപ്പുറത്താണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഉലൈക എന്ന പദം ഇവിടെ ഉപയോഗിച്ചത് എന്നാണ്. ബഹുമാനിക്കാൻ വേണ്ടി പറയും, ഉലൈക കിതാബ്, ദാലിക കിതാബ് എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ അത് ബഹുമാനിക്കാൻ ആണ് എങ്കിൽ ഇവിടെ ഉപയോഗിച്ചത് അവരെ അകറ്റുവാൻ ആണ് എന്നാണ് ഭാഷാപരമായി ശൈഖ് റഹ്മത്തുള്ളാഹി ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്തരം ആളുകൾ തിന്നുന്നത് യഥാർത്ഥത്തിൽ നരകാഗ്നിയാകുന്നതാണ്. അവർ ഈ ഭക്ഷിച്ചത് ഇത് നാളെ തീയായി അവർക്ക് ഭക്ഷിക്കേണ്ടി വരും, അവർക്ക് ഉള്ളിലേക്ക് ഇറക്കേണ്ടി വരും എന്നാണ്. ഹുവൽ ആൻ മുഹുവ ബിനാർ. ഇപ്പൊ അത് തീയല്ല, ഇപ്പൊ പണമാണ് കിട്ടിയത്. ഇത് കാരണമായി കിട്ടിയത് പണമാണ്, അല്ലെങ്കിൽ സ്ഥാനമാനമാണ്, മറ്റു നേട്ടങ്ങളാണ്. ഇപ്പൊ തീയല്ല, പക്ഷേ ഇതെല്ലാം തീയായി മാറി. അതെല്ലാം നാളെ അവന് തിന്നേണ്ടുന്ന, കുടിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ്. എന്ന് ശൈഖ് റഹ്മത്തുള്ളാഹി പറയുന്നു, വഹാദാ കസീറൻ മാ യുഅബ്ബിറുല്ലാഹു സുബ്ഹാനഹു വതആല ബിന്നാർ അൻ ശൈഇൻ മിൻ അഫ്ആലി വറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ നരകമാണ്, തീയാണ് എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ധാരാളമായി നടത്തിയിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറയുന്നു, അല്ലദീ യശ്റബു ഫീ ആനിയത്തിൽ ഫിദ്ദത്തി ഇന്നമാ യുജർജിറു ഫീ ബത്നിഹി നാറ ജഹന്നമ. വെള്ളിപ്പാത്രത്തിൽ ഭക്ഷിക്കുന്നവൻ, വെള്ളം കുടിക്കുന്നവൻ, അവൻ നരകാഗ്നിയാണ് വയറ്റിലേക്ക് അവൻ ഇറക്കുന്നത് എന്ന പ്രയോഗം കാണാം. സ്വർണം ധരിക്കുന്ന ആളെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു, യഅ്മിദു അഹദുകും ഇലാ ജംറത്തിൻ ഫയുൽഖീഹാ ഫീ യദിഹി. നിങ്ങൾ തീക്കട്ട കയ്യിൽ അണിയുകയാണോ എന്ന് നബി തങ്ങൾ ചോദിക്കുന്നു. അതേപോലെ വുളൂ ചെയ്തപ്പോൾ മടമ്പുകൾ നനയാത്ത ആളുകളോട് വൈലുൽ അൽഖാബി മിനന്നാർ, ആ മടമ്പുകൾക്ക് നരകമാകുന്ന നാശം എന്ന് പറയുന്നു. നിര്യാണക്ക് താഴെ വസ്ത്രം പോയപ്പോൾ മാ അസ്ഫലമിനക അൽബൈനി ഫഫിന്നാർ, നിര്യാണക്ക് താഴെ പോയത് നരകത്തിലാകുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പല പ്രവർത്തികളെയും കുറിച്ച് പറയുമ്പോൾ നരകമാണ്, തീയാണ് എന്നൊക്കെ പ്രയോഗങ്ങൾ ആയത്തുകളിൽ ഹദീസുകളിൽ എല്ലാം കാണാൻ കഴിയും. അഥവാ അന്ന ഹാദൽ അമല മുഖാലിഫത്തുൻ ലിഅംരില്ലാഹി വറസൂലിഹി വമഅസിയത്തുൻ ഫസ്തഹഖൽ ഉഖൂബത ബിന്നാർ. ഈ പ്രവർത്തികളെല്ലാം അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്. അതിനാൽ ഇതെല്ലാം നരകശിക്ഷ ലഭിക്കാൻ അർഹമാണ് എന്നർത്ഥം. അതാണ് ഇവിടെയും പറഞ്ഞത്, മാ യകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ. ഇതൊക്കെ അവർ തീയല്ലാതെ ഭക്ഷിക്കുന്നില്ല.
ഇപ്പൊ ഭക്ഷിക്കുന്നത് പണമായിരിക്കാം, സമ്പത്തായിരിക്കാം. യഥാർത്ഥത്തിൽ ഇതൊക്കെ നാളെ പരലോകത്ത് തീയായി മാറി ആ തീ ഭക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുമാത്രവുമല്ല, വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അവരുമായി സംസാരിക്കുകയുമില്ല എന്നാണ്. അള്ളാഹ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തീരെ സംസാരിക്കുക എന്നല്ല, നേരെ മറിച്ച് തക്ലീമരിള, സംതൃപ്തിയുടെ സംസാരം ഉണ്ടാവുകയില്ല. എന്നാൽ കോപിച്ചുകൊണ്ട് അവരെ ശപിച്ചുകൊണ്ടൊക്കെ അള്ളാഹു തആല സംസാരിച്ചേക്കാം. ഖുർആൻ തന്നെ പ്രയോഗിച്ച പ്രയോഗമാണ് ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ എന്നൊക്കെ അള്ളാഹു ഭീഷണി സ്വരത്തിൽ പറയുന്ന പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാകാം. എന്നാൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവരെ കാര്യത്തിൽ സംതൃപ്തനായിക്കൊണ്ടുള്ള സംസാരം ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടുത്തെ സംസാരത്തിന്റെ ഉദ്ദേശം. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയുമില്ല. വിശ്വാസികൾ സംസ്കരിക്കപ്പെടും, പാപങ്ങൾ പുറത്തു കൊടുക്കും, അവർക്ക് അല്ലാഹു തആല ഇരട്ടിരട്ടിയായി പ്രതിഫലം നൽകും, അവരെ കിതാബുകൾ വലത്തെ കയ്യിൽ നൽകും. ഇതെല്ലാം അവർക്കുള്ള തസ്കിയത്താണ്, സംസ്കരണമാണ്. എന്നാൽ അതുപോലെ സംസ്കരണം ഇവർക്ക് ഉണ്ടാവില്ല. വിശ്വാസികൾ ഫൈക്കുൽ മഗ്ഫൂർ അല്ല, അവർക്ക് പാപങ്ങൾ പുറത്തു കിട്ടും. വലത്തെ കയ്യിൽ കിതാബ് വാങ്ങും, അത് തസ്കിയത്താണ്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ സംസ്കരണങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കുമ്പോൾ ഇത്തരം ആളുകൾക്ക് അത്തരം ഒരു സംസ്കരണവും ലഭിക്കുകയില്ല. ഇടത് കൈകൊണ്ട് കിതാബുകൾ വാങ്ങുന്നു, അതേപോലെ ജനമധ്യേ വഷളാക്കപ്പെടുന്നു, ആളുകൾക്ക് മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിക്കപ്പെടുന്നു. കോടാനുകോടി സൃഷ്ടികളെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയപ്പെടും, ഇതാ ഇവരാകുന്നു അള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞവർ എന്ന് പരസ്യമായി അവിടെ പ്രഖ്യാപിക്കപ്പെടുമെന്ന് സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് ഒരു സംസ്കരണമില്ല, ശുദ്ധീകരണമില്ലാതെ അവരവിടെ വഷളാക്കപ്പെടുന്നു. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് താനും. അപ്പൊ വേദഗ്രന്ഥങ്ങൾ അല്ലാഹു തആല പഠിപ്പിച്ച സത്യത്തെ മൂടിവെക്കുകയും കൂട്ടിമാട്ടുകയും ആളുകൾക്ക് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ശരിയെ മറച്ചു വെക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ വമ്പിച്ച ശിക്ഷയും താക്കീതുമാണ് ഈ ആയത്തിന്റെ മൊത്തം ആശയം. അതിനാൽ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അത് ശരിയാവണ്ണം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക്, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ അവയെ മൂടിവെക്കുന്നുവെങ്കിൽ ഇത്തരം താക്കീതുകളെല്ലാം നമുക്കും ബാധകമാണ് എന്ന് നാം ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.